നമസ്കാരം. ഞാൻ നന്ദുലക്ഷ്മി. ഡിവൈൻ റിഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവിയേ നമഃ. സർവറുഹ റോഹ വരാഹ സർവകഷ്ട വിദ്വേഷണാം. നാളെയാണ് നിറഞ്ഞ തേയ്പ്പിറ പഞ്ചമി. ഇത് വന്നിട്ട് മുഖ്യமான ഒരു പഞ്ചമി. പറഞ്ഞു വന്നാല് നമുക്ക് യോഗമിരിക്കുന്നു, നമുക്ക് ഭാഗ്യം ഇരിക്കുന്നു എങ്കിൽ മാത്രമേ ഈ പഞ്ചമിയില് ഈ വഴിപാട് ചെയ്ത് നമുക്ക് വരാഹി അമ്മനെ പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. അത്രയ്ക്കും പവർഫുൾ ആയ ഒരെണ്ണം. ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മുഖ്യമായ ഒരു വിഷയമാണ്. അതാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പകർന്നു തരുന്നത്. അതായത് ഓവർനൈറ്റിൽ പണക്കാരായി എന്ന് കേട്ടിരിക്കുന്ന എന്നൊക്കെ നടന്നു കിട്ടിയവരെ കുറിച്ച് നമ്മൾ കേട്ടിരിക്കുമല്ലേ. ഇത് വന്നിട്ട് പണക്കാർ എന്നത് മീറിയിട്ട് ഒരു നൈറ്റിലും തന്നെ നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾ നടത്തി കിട്ടുന്ന പവർ വന്നിട്ട് ഇതിന് ഇരിക്കുന്നുണ്ട്. എന്താണ് വിഷയം എന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ ഇത് പഞ്ചമി തിഥി ലാസ്റ്റ് ഡേ അപ്ഡേറ്റ് ആണ്. നാളെ ഏപ്രിൽ മാസം 7-ാം തീയതിയാണ് പഞ്ചമി തിഥി വരുന്നത്. ഇന്ന് രാത്രി 9 മണി വരെയാണ് പൂജ, വഴിപാട്, യാഗം എന്നിവയ്ക്ക് പേരുകൾ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. അതിനപ്പുറം വരുന്ന പേരുകൾ എനിക്ക് എടുക്കാൻ ഒക്കത്തില്ല. ഓൾ പ്രൊസീജിയേഴ്സും നിങ്ങൾക്ക് അറിയാം. എന്നാൽ നമ്മളുടെ ചാനലിലേക്ക് പുതുതായി വന്നവരാണ്, നിങ്ങൾക്ക് അറിയില്ല വെച്ചാല് ഞാൻ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾ മെസ്സേജ് ഫസ്റ്റിൽ ചെയ്തോളുക. അപ്പോൾ ഓൾ ഇൻഫർമേഷൻസ് ഞാൻ റിപ്ലൈ ആയി തരും. നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്കും വേണമെങ്കിൽ ഇതിൽ ചേരാവുന്നതാണ്. അങ്ങനെ ചേരണച്ചാല് പേര്, നക്ഷത്രം, ഡേറ്റ് ഓഫ് ബർത്ത്, സ്ഥലം ഇത്രയും നിങ്ങൾ ടൈപ്പ് ചെയ്തിടണം. എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ളത് വോയിസ് മെസ്സേജ് ആയിട്ട് ഇട്ടോളുക. ഈ പഞ്ചമിയിൽ ചെയ്യുന്നത് അടുത്ത പഞ്ചമിക്കുള്ളിൽ നടന്നു കിട്ടും. ഒരുപാട് സഹോദരിമാർക്ക് കൈകൊടുത്തിട്ടുള്ളത്. നിങ്ങൾ അതിനാലെ മിസ് ചെയ്യാതിരിക്കുക. വേറൊന്ന് അഗൈൻ ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്. ലാസ്റ്റ് മൊമെന്റിൽ പേയ്മെന്റ് ചെയ്യാൻ പറ്റാത്തവർ എന്നോട് പേഴ്സണലി മെസ്സേജ് ഇട്ട് പറയുക. ഞാൻ വേറെ നമ്പർ, ഓൾട്ടർനേറ്റ് ആയിട്ട് വേറൊരു നമ്പർ നിങ്ങൾക്ക് തരുന്നതാണ്. ഇനി വന്നോളൂ, നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് പോകാം. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഒരു ഓവർനൈറ്റിൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് നേടിത്തരുന്ന ഒരു വിഷയം ഞാൻ പറയുന്നത് അതുപോലെ നിങ്ങൾ ചെയ്തോളുക. ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ പറയും, ഒരേ നൈറ്റില് എന്റെ ജീവിതമേ തലകീഴായി മാറി. ഇത് ചെയ്ത് അങ്ങനെ ആയ ഒത്തിരി പേരിരിക്കുന്നുണ്ട്. അവരുടെ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് അത് ചെയ്യുന്ന രീതിക്കായിരുന്നു. ശരിയാ, അത്രയ്ക്കുള്ള മിറാക്കിളാണ് ഓരോരുത്തരുടെ ലൈഫിലും നടന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വിഷയം നിങ്ങളുടെ ലൈഫിലും ഒരു മിറാക്കിൾ നിശ്ചയമായും നിങ്ങൾക്ക് നേടിത്തരും. അതിന് ഞാൻ ഒരു 1000% ഗ്യാരണ്ടി നിങ്ങൾക്ക് തരുന്നതാണ്. അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള ഒരു വിഷയമാണിത്. ഇത് ചെയ്യുന്നതിന് വേണ്ടി എന്തെല്ലാം പൊരുൾകൾ വേണം, എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കി ചെയ്തോളുക. വേറൊന്ന്, നമ്മുടെ ചാനലിലേക്ക് പുതിയതായി വന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളണം. കാരണം ഞാൻ ഇങ്ങനെ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എങ്കിലേ വരത്തുള്ളൂ. ഈ പരിഹാരം ചെയ്യുന്നതിന് നമുക്ക് തേവയായ ഒരു പൊരുൾ വന്നിട്ട് ഒരു തേങ്ങ. ചുമ്മാ ഒരു തേങ്ങ എടുത്ത് വെച്ചാൽ പറ്റില്ല. തേങ്ങയുടെ മേലെ ഇരിക്കുന്ന ചരടൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ക്ലീൻ ചെയ്ത് നീറ്റാക്കി വെക്കണം. ക്ലീൻ ചെയ്ത് വെക്കുമ്പോൾ തേങ്ങയുടെ മേലെ 3 കണ്ണിരിക്കും. ശരിയാ, ഓർക്കുക, 3 കണ്ണുള്ള തേങ്ങ വെച്ച് മാത്രമേ ഈ പരിഹാരം ചെയ്യാൻ പാടുള്ളൂ. ചില തേങ്ങ വന്നിട്ട് 2 കണ്ണുള്ളതായിരിക്കും, അത് എടുക്കരുത്. അതാണ് നമുക്ക് വേണ്ടിയത്. 2 കണ്ണുള്ളതിൽ ചെയ്തിട്ട് അതുകൊണ്ട് യൂസ് ഇല്ല. ശരിയാ, ഇതാണ് ഒത്തിരി പവർഫുൾ ആയിട്ട് വേല ചെയ്യത്തുള്ളൂ, 3 കണ്ണുള്ളത്. എന്നിട്ട് അതിൽ മഞ്ഞള് തടവിക്കൊള്ളുക. ഈ മഞ്ഞപ്പൊടി എടുത്തിട്ട് അത് കുറച്ച് വെള്ളത്തിൽ കലക്കി ലിക്വിഡ് രൂപത്തിലാക്കിയിട്ട് അതിൽ തടവിക്കൊള്ളുക. തടവിയല്ലോ, ഞാൻ ഡെമോ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഈ 3 കണ്ണിലും തടവി മൊത്തത്തിൽ അങ്ങ് തടവി എടുക്കുക. എന്നിട്ട് ഇതിൽ നമ്മൾ ഓരോരോ പൊരുൾ വയ്ക്കുന്നുണ്ട്. ആ പൊരുളും എന്താന്ന് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് എടുത്തോളുക. ഈ പൊരുൾകള് നമ്മൾ തേങ്ങയിൽ വെച്ച് ചെയ്യുന്നതിനാല് എന്ത് നമ്മൾ ചോദിച്ചാലും വരാഹിയമ്മൻ അത് നമുക്ക് നേടിത്തരും. ശരിയാ, ഇത് വന്നിട്ട് പഞ്ചമി തിഥി ടൈമിങ്സിന് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം. അതല്ലാത്ത ദിവസം നിങ്ങൾ വിട്ടുപോവുകയാണെങ്കിൽ അടുത്ത് നിങ്ങൾക്ക് എന്ന് പറ്റുന്നുവോ അന്ന് 6 മണിക്ക് മേലെയും രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിന്റെ ടൈമിന് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം വന്നിട്ട് താന്ത്രിക രീതിയിൽ ഒത്തിരി പവർഫുൾ ആയത്. ഞാൻ നിങ്ങൾക്ക് ഇത് പകർന്നു തരുന്നത് എല്ലാവരും ചെയ്യാനായിട്ടാണ്. നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടുമ്പോഴേ അത് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ചെയ്ത് നോക്കിക്കൊള്ളുക. ഞാൻ ഉപാസന എടുത്തപ്പോൾ എനിക്ക് കിട്ടിയ അറിവുകൾ എന്റെ ഗുരുജി എനിക്ക് പകർന്നു തന്നതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അത് ഞാൻ ഒത്തിരി പേർക്ക് ഞാൻ ചെയ്തു നോക്കി, എന്റെ ഫാമിലി ചെയ്തു നോക്കി, ഒത്തിരി പേർക്ക് ഇത് കൊടുത്ത് അവർക്കെല്ലാം ഫലം നല്ലതാണ് എന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങൾക്ക് പകർന്നു തരത്തുള്ളൂ. ശരിയാ,
അതിനാൽ നിങ്ങൾ തേങ്ങ നല്ല ക്ലീൻ ചെയ്തെടുത്തിട്ട് ലിക്വിഡാക്കി മഞ്ഞപ്പൊടി എടുത്തിട്ട് മഞ്ഞപ്പൊടി നന്നായിട്ട് തടവിയിട്ട് ഈ 3 കണ്ണിലും വന്നിട്ട് ഞാൻ പറയുന്ന ഈ പൊരുൾക്കളെ നിങ്ങൾ 3 കണ്ണിലും വെക്കുക. ഇപ്പോ ആ പൊരുൾക്കൾ എന്താച്ചാല് ഇതില് ഫസ്റ്റ് പൊരുൾ വന്ന് ചുക്കാണ്. അറിയാലോ, കാഞ്ഞുപോയ ചുക്ക് വന്ന് കടയിൽ കിട്ടും. അത് നിങ്ങൾ അങ്ങാടി പച്ചമരുന്ന് കടയിൽ ചോദിച്ചാൽ മതി. ചുക്ക് പൊടിയായിട്ട് കിട്ടിയാലും അതായാലും മതി, ഇല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ചുക്ക് ഒരു ചെറിയൊരു അളവിനെടുത്താൽ മതി. ഇനി ചുക്ക് കിട്ടില്ല, എബ്രോഡൊക്കെ ഇരിക്കുന്നവരാണ്, നിങ്ങൾക്ക് പോകാൻ സൂപ്പർ മാർക്കറ്റിൽ പോകാൻ ടൈം ഇല്ലാച്ചാൽ ഇഞ്ചി കാണുമല്ലോ, അതൊരു ചെറിയ പീസ് ഇഞ്ചി എടുത്താലും മതി. നല്ലതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അത് ഇങ്ങനെ തട്ടി തട്ടി എടുത്ത് വെക്കാം, അല്ലെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് റൗണ്ടിന് വെക്കാവുന്നതുമാണ്. കണ്ണിരിക്കുന്നില്ലേ, അതിന്റെ കണ്ണിന്റെ മേലെ വെക്കണം തേങ്ങാവോടെ. 3 പൊരുളുണ്ട്, ഓരോരോ കണ്ണിൽ ഓരോരോ പൊരുൾ വെക്കണം. അതിൽ ഫസ്റ്റ് വന്നിട്ട് ചുക്ക്, ഇത് വെച്ചുല്ലോ, അത് ഇഞ്ചി ഒന്ന് വെച്ചു, ചുക്കില്ലെങ്കിൽ ഇഞ്ചി ഒന്ന് വെച്ചു. ഇനി വന്നിട്ട് ഇതിനെ പറയുന്നത് അണ്ണാശിപ്പൂവ്, അതായത് തക്കോലം, നമ്മൾ ബിരിയാണിയിലൊക്കെ ഇടുന്നില്ലേ, അതൊന്ന് ഇങ്ങനെ സൈഡൊന്നും പൊട്ടിപ്പോയതാ അവര് നിങ്ങൾ കടയിൽ പോയി നോക്കി എടുത്തോളുക. ശരിയാ, എല്ലാരും വീട്ടിലും ഇതൊക്കെ കാണും, പക്ഷെ പൊട്ടിപ്പോയതാണെങ്കിൽ എടുക്കരുത് കേട്ടോ. ഒന്ന് മതി. ഇത് ഒന്ന്. ദെൻ തേർഡ് പൊരുൾ എന്താച്ചാല് പച്ചക്കർപ്പൂരമാണ്. പച്ചക്കർപ്പൂരം നമ്മൾ വീട്ടിൽ വെച്ചിരിക്കും, ഇല്ലാത്തവരൊന്ന് പോയി വാങ്ങിക്കോളുക. ശരിയാ, ഒരു ചെറിയ പീസ് മതി, ഒരു സ്മോൾ പീസ്. ഇത് 3 പൊരുളുമാണ് നമുക്ക് വേണ്ടത്, കൂടെ തേങ്ങയും. അപ്പൊ നമുക്ക് എത്ര പൊരുൾ വേണം? 4 പൊരുൾ വേണം. ഓക്കെ, ഈ 3 പൊരുളും നമ്മൾ ഓരോരോ കണ്ണില് ഓരോരോ ഇടത്തിൽ വെക്കണം. അപ്പൊ 3 ഇടത്തും വെച്ചല്ലോ. ഇത് വയ്ക്കുമ്പോ ഒബിയസ്ലി നിങ്ങൾക്ക് ഡൗട്ട് വരും, ഇത് തറയിൽ പോകത്തില്ലയോ എന്ന്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ വീട്ടിലുള്ള ആരെങ്കിലും വെച്ച് ഇത് പിടിച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് വെച്ചോളുക. നിലത്ത് വീഴാൻ പാടില്ല. അല്ല, വീട്ടിൽ ആരും ഇല്ലാത്തവരാണ്, അങ്ങനെ വേറെ ആരെ അറിയിക്കാതെ ചെയ്യുന്നവരാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? വീട്ടിൽ മഞ്ഞത്തൂൾ ഇരിക്കുമല്ലേ, നിങ്ങൾ പൂജയ്ക്ക് എടുക്കുന്നത് ഇല്ലെങ്കിൽ വീട്ടിൽ യൂസ് ചെയ്യുന്ന മഞ്ഞത്തൂൾ എടുത്തിട്ട് നല്ലതായിട്ട് കട്ടിയായിട്ട് അതിനെ വെള്ളം ഒഴിച്ച് കലക്കിയിട്ട്, അത് നമ്മളിങ്ങനെ പിള്ളേരെയൊക്കെ പിടിച്ചു വെച്ചില്ലേ, വരാഹി അമ്മനെയൊക്കെ പിടിച്ചു വെച്ച വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ, അതുപോലെ നല്ല പെസഞ്ചെടുത്തിട്ട് ഈ 3 കണ്ണിലും ഇത് കുറച്ച് വെക്കുക. എന്നതിന് ശേഷം അതിന്റെ മേലെ ഈ 3 പൊരുൾക്കളും വെക്കുക. അപ്പൊ അതവിടെ ഒട്ടിയിരുന്നോളും. മനസ്സിലായല്ലോ, അത് താഴെ വീഴുന്നു പോകത്തില്ല. ഒരു ചുക്കില്ലാത്ത ഒരു ഇഞ്ചി എടുത്തോളുക, ഒരു ചെറിയ പീസ്, കൂടെ ഒരു അണ്ണാശിപ്പൂവ്, അതായത് തക്കോലം, ബിരിയാണിക്ക് ഇടുന്ന തക്കോലം ഒന്ന് എടുത്തോളുക, കൂടെ ഒരു ചെറിയ പീസ് പച്ചക്കർപ്പൂരം. ക്ലിയർ ആണല്ലോ? നമ്മൾ 3 കണ്ണിലും ഓരോന്നായിട്ട് വെച്ചു. എന്നതിന് ശേഷം നമ്മൾ ഈ മഞ്ഞപ്പൊടി ഇങ്ങനെ പെസഞ്ച് വെച്ചിരിക്കുന്നില്ലേ, അത് വെച്ച് ഈ 3 പൊരുളിനെ നമ്മൾ മറയ്ക്കണം. അതായത് ഫുൾ അത് വെച്ച് കവർ ചെയ്യണം, നന്നായിട്ട് ഒട്ടി വെക്കണം. ശരിയാ, നല്ല കട്ടിക്ക് മഞ്ഞൾ വെച്ച് ഇത് വെളിയിൽ കാണാൻ പാടില്ല, ആ രീതിക്ക് ഇങ്ങനെ കവർ ചെയ്ത് വെക്കുക. ഞാൻ പറയുന്നത് നിങ്ങൾ ശരിക്ക് മനസ്സിലാക്കിക്കൊള്ളുക. ഒരു കണ്ണില് ഇഞ്ചി, ഒരു കണ്ണില് അണ്ണാസിപ്പൂ, ഒരു കണ്ണില് പച്ചക്കർപ്പൂരം, അത്രേ ഉള്ളൂ. 3 കണ്ണിലും ഈ ഓരോരോ പൊരുൾ വെച്ച് മഞ്ഞപ്പൊടി വെച്ച് നന്നായിട്ട് കവർ ചെയ്യുക. കാരണം ഈ അണ്ണാസി പൂവ്, ഇഞ്ചി, ചുക്ക് ഇതെല്ലാം എന്ന് വെച്ചാല് അത്രയ്ക്കും കാര്യസിദ്ധി നമുക്ക് തരുന്നത് അങ്ങനെയുള്ള പൊരുൾക്കളാണ്, അത്രയ്ക്കും ശക്തിയുള്ള പൊരുൾക്കള്. ഇന്നൊന്ന് എന്താ വെച്ചാല് കാര്യ തടസ്സത്തിനെ വന്ന് റിമൂവ് ചെയ്തു തരും. നമ്മൾ എന്ത് ചോദിക്കുന്നുവോ അത് നമുക്ക് ചെയ്തു തരും, സാമ്പത്തികം ഏർപ്പെടുത്തി തരും, എല്ലാ വിഷയത്തിനും വന്നിട്ട് സൂപ്പർ പവർ തരും. ഈ പൊരുളെല്ലാം ഇങ്ങനെ ശക്തിയുള്ള പൊരുൾക്കളാണ്. ശരിയാ, അതിനാലാണ് ഈ പൊരുൾക്കൾ ഈ സമയത്ത് ഇങ്ങനെ നിങ്ങൾ യൂസ് ചെയ്തോളൂ എന്നൊക്കെ ഞാൻ പറയുന്നത്. കൊഞ്ചം, അതായത് കുറച്ച് ഈ പൊരുൾ വയ്ക്കതൊക്കെ ഈ 3 കണ്ണിലും ഇത്തിനൂണ്ട് മഞ്ഞൾ വയ്ക്കതില്ലാതെ ഇത് പുറത്ത് വെച്ചതിന് ശേഷം ടോട്ടലി ഈ പൊരുൾക്കൾ വെളിയിൽ തെരിയാത്ത മാതിരി, മനസ്സിലാക്കാൻ പറ്റാത്ത മാതിരി ഫുള്ള് വെച്ച് ഇങ്ങനെ കവർ ചെയ്തോളുക. കുറച്ചില്ല, നിങ്ങൾക്ക് വീട്ടിൽ നടക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു കവർ മഞ്ഞപ്പൊടി കൂടെ എക്സ്ട്രാ വാങ്ങിക്കോളൂ. ശരിയാ, നല്ല റൗണ്ടായിട്ട് ഗട്ടിയായിട്ട് ഇങ്ങനെ മൂടി വെച്ചോളുക. ഇപ്പൊ നിങ്ങൾ വന്നിട്ട് ഈ 3 കണ്ണും നല്ല മൂടി എന്നുവെച്ചാൽ നല്ലതായിട്ട് കവർ ചെയ്ത് വെച്ചു. ഇനി എന്താ ചെയ്യേണ്ടച്ചാല് ഈ തേങ്ങയെ ചുറ്റി മഞ്ഞൾ ഇങ്ങനെ വെച്ചിരിക്കുന്ന റൗണ്ട് ഇരിക്കണില്ലേ, ആ റൗണ്ടിനെ ചുറ്റിയിട്ട് നിങ്ങൾക്ക് എന്ത് കാര്യമാണോ നടക്കേണ്ടത് നോക്കൂ. നിങ്ങൾ ഫുൾ കവർ ചെയ്തതിന്റെ അവിടെ ഒരു റൗണ്ട് ആയിട്ട് ഇരിക്കുന്നില്ലേ, അവിടെ നിങ്ങൾക്ക് എന്ത് കാര്യം നടക്കണമെന്നത് പെൻ യൂസ് ചെയ്തിട്ട്, ആ പെന്ന് റെഡ് കളറോ ബ്ലൂ കളറോ ക്ലീൻ കളറോ ബ്ലാക്ക് ഒന്നും യൂസ് ചെയ്യരുത്. നിങ്ങൾ അവിടെ അത് വന്നിട്ട് ആ റൗണ്ടിനുള്ളിൽ നിങ്ങൾ എഴുതണം എന്താ നിങ്ങൾക്ക് നടക്കേണ്ടതെന്നുള്ളത്. അവിടെ എഴുതിക്കൊള്ളുക. നിങ്ങൾ മഞ്ഞളിന്റെ ഉള്ളിൽ പോയി എഴുതരുത്, ഈ കീഴായിട്ട് നിങ്ങൾ നിങ്ങളുടെ ആവശ്യം എന്താന്ന് റൗണ്ടായിട്ട് എഴുതിക്കൊള്ളുക. ഒരേ ലൈനിൽ എഴുതുന്ന മാതിരി നിങ്ങൾ എഴുതിക്കൊള്ളുക. ശരിയാ, അതിന് തകുന്ന മാതിരി നിങ്ങൾ നോക്കി എഴുതണം, ചെറുതായിട്ട് എഴുതിക്കൊള്ളുക. ഇപ്പൊ ജോലി കിട്ടുന്നതാണെങ്കിൽ ജോലി കിട്ടണം, കല്യാണം നടക്കാൻ വേണ്ടിയാണെങ്കിൽ കല്യാണം നടക്കണം, ഇപ്പോ നിങ്ങൾക്ക് ക്യാഷിന്റെ കാര്യമാണെങ്കിൽ അത് നിങ്ങൾക്ക് എന്താണോ വേണ്ടിയത് അത് നിങ്ങൾ എഴുതിക്കൊള്ളുക. സ്വത്ത് കിട്ടണം, പണം വരവേണം,
അങ്ങനെയൊക്കെ നിങ്ങളുടെ ആവശ്യം നിങ്ങൾക്കല്ലേ അറിയൂ, അത് എന്താന്ന് വെച്ചാൽ എഴുതിക്കൊള്ളുക. ഇങ്ങനെ എത്ര സിമ്പിളായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ അത് ഒരേ ലൈനിൽ വരണ മാതിരി നിങ്ങൾ എഴുതണം. പിന്നെ വേറൊന്ന്, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന മാതിരി ഒന്നും പറയരുത്, വേറൊരാൾക്ക് ദോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും പറയരുത്. ശരിയാ? വീഡിയോ കുറച്ച് ലെങ്ത് ആയിരിക്കും, പക്ഷെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയണതിനാൽ അഡ്ജസ്റ്റ് ചെയ്യണം. മുഴുവനും കാണണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവത്തുള്ളൂ. എഴുതി വെച്ചല്ലോ, ഇനിയും മറുപടി ഒരു വേല കൂടെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ ഈ എഴുതി വെച്ചില്ലേ, ആരും കാണാൻ പാടില്ല. കാരണം നിങ്ങളിത് പൂജയറയിലും എല്ലാം വെച്ചിട്ട് എഴുതി വെച്ചിട്ട് പോയാൽ ആരെങ്കിലും വന്ന് വീട്ടിൽ വരുന്നവരാരെങ്കിലും ചോദിച്ചാലോ, അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്നവർക്ക് പലതരത്തിലുള്ള ആൾക്കാരല്ലേ ഒരു വീട്ടിൽ താമസിക്കുന്നത്, അവരെ ചോദിച്ചാൽ ഇതെന്താ ഇങ്ങനെ വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് ആരും കാണാത്ത രീതിക്ക് വെക്കുക. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ആരെങ്കിലും ഒക്കെ കാണുന്നതിന് മുന്നേ ചെയ്തോളുക, ആരും നോക്കാൻ പാടില്ല. നിങ്ങൾ പെട്ടെന്ന് ഈ എഴുതി വെച്ച തേങ്ങയെ എന്താ ചെയ്യണം വെച്ചാല്, ഒരു ചുവന്ന തുണിയോ അല്ലെങ്കിൽ ഒരു മഞ്ഞ തുണിയോ വെച്ച് നന്നായിട്ട് കെട്ടണം. ടോട്ടലി ഈ തേങ്ങയെ കെട്ടിയിട്ട് നിങ്ങൾക്ക് ഇതെടുത്ത് നിങ്ങളുടെ ബ്യൂറോയിൽ വെക്കാവുന്നതാണ്, പൂജയറയിൽ വെക്കാവുന്നതാണ്. എവിടെയെങ്കിലും നിങ്ങൾ കൊണ്ടുപോയി ഭദ്രമായിട്ട് നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഇടത്തിൽ ഭദ്രമായിട്ട് വെച്ചോളുക. മനസ്സിലായല്ലോ? ഇനി അടുത്ത റൂള്, ശുദ്ധമായിരിക്കുന്നവർ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. പീരിയഡ്സ് ടൈമിലോ നോൺ വെജ് കഴിച്ചിട്ടോ ഇല്ല പുലവാലായ്മയെന്നോ ഏത് ഇരുന്നാലും നിങ്ങളിത് ചെയ്യാൻ പാടില്ല. കാരണം അത്രയ്ക്കും കൈ കൊടുക്കുന്ന 1000% കൈ കൊടുക്കുന്ന കാര്യമാണ്. യാതൊരു കാരണവശാലും നിങ്ങൾ ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഇത് ചെയ്തു വച്ചാലേ മതി. അത് ഏത് കാര്യത്തിന് നിങ്ങൾ ചെയ്തു വയ്ക്കുന്നു അത് ഒരേ നൈറ്റിൽ നിങ്ങൾക്ക് നടന്നു കിട്ടും. വേറൊന്നും, നിങ്ങൾ ഇത് ചെയ്യുന്നത് ഇപ്പൊ പഞ്ചമി തിഥി ആണെങ്കിൽ നിങ്ങൾക്ക് തിഥി ഇരിക്കുന്ന ടൈമിന് കറക്റ്റ് ആയിട്ട് ചെയ്യാം, അതിനുള്ളിൽ ചെയ്താൽ മതി. പക്ഷെ വേറെ ദിവസം ചെയ്യുന്നവര് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ബ്രഹ്മമുഹൂർത്ത നേരത്തിന് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ശരിയാ? നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ, ഇപ്പൊ തലേന്ന് നിങ്ങൾ ചെയ്തു വെച്ചാൽ നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയം നിങ്ങളുടെ ചെവിയിൽ കേൾവിപ്പെടും. അത്രയ്ക്ക് ഒരു മാജിക് ഇത് ചെയ്തു തരും. അതിനാല് ഇത് നിങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചോളുക. ഇനി ഈ തേങ്ങ വന്നിട്ട് ഒരു മണ്ഡലകാലം ഫുള്ള നിങ്ങളെ വീട്ടിലിരിക്കണം. എപ്പോഴെല്ലാം നിങ്ങൾ പൂജ ചെയ്യുന്നുവോ അപ്പോ എല്ലാം ഈ തേങ്ങയ്ക്ക് നിങ്ങൾ സാമ്പ്രാണി കാണിക്കുക, ഊതുബത്തിയും കാമിക്കാവുന്നതാണ്. ശരിയാ? ദെൻ അതുപോലെ തന്നെ മറുപടിയും എടുത്തു വെക്കുക. ആരും കേൾക്കുന്ന രീതിക്ക് നിങ്ങൾ വെക്കരുത്. എന്നുവെച്ചാല് വേറെ ഒരാളിപ്പോ വന്ന് പുറത്തുനിന്നായാലും ഒരാൾ വന്നിട്ട് എന്താ ഇങ്ങനെ കെട്ടിയൊക്കെ വെച്ചിരിക്കുന്നത് കേൾക്കുന്ന മാതിരി നിങ്ങളത് പ്രൊജക്ട് ചെയ്ത് വെക്കരുത്. അതാണ് മുഖ്യം. ദെൻ ഒരു മണ്ഡലകാലം വയ്ക്കാൻ പറഞ്ഞല്ലോ, 48 നാളുകൾക്ക് ശേഷം ആഫ്റ്റർ 48 ഡേയ്സ് നിങ്ങൾ ഈ തേങ്ങ വന്നെടുത്തിട്ട് ഇപ്പോ ഒഴുകുന്ന വെള്ളം ഉണ്ടല്ലോ, ഒഴുകുന്ന വെള്ളത്തിലോട്ട് ഇട്ടേക്കുക. ആറ്റിലോ അങ്ങനെയുള്ളിടത്ത് ഒഴുക്കി വിടുക. തീർച്ചയായും നിങ്ങൾ നാളത്തെ ദിവസം മിസ് ചെയ്യാതെ ഇത് ചെയ്തോളുക. ഏത് ദിവസം ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഇപ്പം നാളത്തെ പഞ്ചമി തിഥി വിട്ടു പോയവരാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട ദിവസം എന്നത് ശനിയാഴ്ച ചെയ്യാവുന്നതാണ്. പഞ്ചമി കഴിഞ്ഞിട്ട് തേയ്പുര അഷ്ടമി വരുന്നുണ്ട്, അഷ്ടമിയിൽ ചെയ്യാവുന്നതാണ്. ഇതുമാതിരി വരാഹി അമ്മനിക്ക് എന്നേ ഉള്ള നാളുകളിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. പഞ്ചമിയിൽ ചെയ്യാത്തവര് ബ്രഹ്മമുഹൂർത്ത നേരത്തിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അത്രയാണ് മെയിൻ. ആ നേരത്തിൽ ചെയ്തോളുക. അങ്ങനെ ചെയ്തു വെച്ചാലേ അതിന് ഫലം ഉണ്ടാവത്തുള്ളൂ. അത് നന്നായിട്ട് വേല ചെയ്യുള്ളൂ. നമുക്ക് കാര്യം നടക്കണ്ടേ? എപ്പോഴെങ്കിലും ചെയ്തു വെച്ചിട്ട് കാര്യമുണ്ടോ? ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. വീഡിയോ പിടിച്ചിരുന്നാൽ ഒരു ലൈക്ക് തരണേ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറയുന്നത് എല്ലാ അറിവുകളും എല്ലാവർക്കും അറിയണമെന്നില്ല. നിങ്ങൾ ചെയ്യുന്നത് പോലെ മറ്റുള്ളവരും അറിയട്ടെ, അതിനു വേണ്ടിയിട്ടാണ്. ശരിയാ? ഇനി ഒരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.